ഹായ് ഫ്രണ്ട്സ്, ഇത് നമിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു ചെറിയൊരു ഡ്രൈവിന് പോകാം. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പോയ ഒരു ഡ്രൈവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് വളരെ ഈസി ആയിട്ട് ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ്, അതും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം വരെയും നിങ്ങൾ കാണാം. പിന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈവിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. എനിക്ക് നല്ല ഭംഗി എന്ന് തോന്നിയ സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാറിലാണ്, ഷെയ്ക്കാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ വരും, ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ കുറേ സ്ഥലങ്ങൾ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഹൈഡൽബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് വരും. അങ്ങനെ ഒരുപാട് വോയിസ് ഓവർ ചെയ്തിട്ട് ഞാൻ ഈ ഒരു നല്ല കാഴ്ചകളൊന്നും ഞാൻ നശിപ്പിക്കുന്നില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നൊരു ചെറിയ കമൻറ്റ് പറയേണ്ടടുത്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്താണ്, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വില്ലേജ്, നമ്മളേക്കൊന്നൊരു 2 മിനിറ്റ് ക്രോസ് ചെയ്യാനുണ്ടാവുള്ളൂ ചിലപ്പോൾ ബൈ റോഡ്. അത്രയും ചെറിയ ചെറിയ വില്ലേജുകൾ ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ അത്യാവശ്യം നല്ല ഗ്യാപ്പുകളുണ്ടാവും ഈച്ച് വില്ലേജ് തമ്മിൽ. പിന്നെ ഈ ഒരു വഴി ഇപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 വേ ആണെന്നുണ്ടെങ്കിലും ഇടുങ്ങിയ റോഡുകളൊക്കെയാണ്. പിന്നെ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ അപ്പുറവും ഇപ്പുറമൊക്കെ പശുവും കുതിര, ഒരുപാട് കുതിരയൊക്കെ ഉണ്ട്. ഇതായിപ്പോൾ നമ്മൾ സൈഡിൽ നിൽക്കുകയാണ് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ വണ്ടി നമ്മൾ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ലൈറ്റ്സൊക്കെ ഓൺ ചെയ്യും. അത്യാവശ്യം കർട്ടസി ഉള്ള ഒരു ഡ്രൈവിംഗ് സ്റ്റൈലാണ് ഇവിടെ. ജർമ്മനിയിൽ നമ്മളിങ്ങനെ ഡ്രൈവിന് ഇങ്ങനെ പോകുമ്പോൾ കാണാവുന്ന ഒരു വേറൊരു കാഴ്ച എന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ സൈക്ലിങ്ങിന് പോകുന്നതാണ്. ഭയങ്കര ക്രേസാണ് ചിലർക്ക് ഇവിടെ സൈക്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് നമുക്ക് സൈക്ലിംഗ് അല്ല, അതൊക്കെ ചെയ്യാൻ നമുക്ക് തോന്നിപ്പോകും. ഹൈക്കിങ്ങും സൈക്ലിങ്ങും അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അത് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് കുതിരകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത് ഇങ്ങനെ പോവുകയാണ്. എനിക്കൊന്നും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവർക്ക് കുറച്ച് കുതിരകളൊക്കെ ഉണ്ട്. കാണാൻ എന്ത് ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. പക്ഷേ വിഷ്വൽസ് അത്ര അങ്ങോട്ട് എനിക്ക് ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക് പ്ലേസ് അല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷെ എന്നാലും ഒന്നും കാണിക്കണമെന്നുണ്ടായിരുന്നു നിങ്ങളെ ഇഷ്ടം. ഇങ്ങനത്തെ ഡ്രൈവിന് പോകുമ്പോഴത്തെ രസം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രത്യേകിച്ചൊരു ലക്ഷ്യം ഇല്ല നമുക്ക് പോകുമ്പോൾ. അപ്പോൾ അത് നമ്മൾ സാധാരണ പോകുന്ന വഴിക്കും പോകും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്യും. അന്ന് ഈ പ്രാവശ്യം ഒന്ന് ഇങ്ങോട്ടേക്കൊന്ന് ടേൺ എടുത്താലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കും. അത് ശരിക്കും ഞങ്ങൾ 3 പേരും ഈക്വലി എൻജോയ് ചെയ്യുന്നൊരു സംഭവമാണ്.
നമ്മളിങ്ങനെ ലാൻഡ്സ്കേപ്പൊക്കെ ഇങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു ചെറിയൊരു വില്ലേജിലേക്ക് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ വീടുകളും അവർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കണ കാണാനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ എന്തായാലും നമ്മൾ ഇട്ടേ പറ്റൂ. കാറിൽ കയറിയ സോഫിക്ക് അപ്പം നമ്മൾ ഒരു പാട്ടിടണം. എനിക്കൊന്ന് അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത് ആ കുഞ്ഞി കൈ ഇങ്ങനെ തട്ടണ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായാലും ആരാണ് ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്യണമെന്ന് അവൾ തന്നെയാണ്. അങ്ങനെ പോയി ഞങ്ങൾ ഈ പ്രാവശ്യം വേറെ ഏതോ ഒരു ഡയറക്ഷൻ നമ്മൾ മാറ്റിയെടുത്തപ്പോൾ ഞങ്ങൾ സാധാരണ വേറെ നമ്മൾ ആരും നമ്മുടെ കൂടെ വന്നാലും ഞങ്ങൾ ഒരു ഡ്രൈവിന് കൊണ്ടുവന്നൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു എന്ന് തന്നെ പറയാം. എത്തിപ്പെടണമെന്ന് വെച്ചാൽ നമ്മൾ ഹൈഡൽബർഗിലെ മെയിൻ സിറ്റിയുടെ ഉള്ളിൽ അവിടുത്തെ കാസലിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹൈഡൽബർഗ് സിറ്റിയാണ്, ശരിക്കും പ്രോപ്പർ സിറ്റി. ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂന്ന് ശരിക്കും നിങ്ങൾക്ക് ഹൈഡൽബർഗ് മൊത്തം കാണാൻ പറ്റും. അവിടുത്തെ ആ ഒരു കുന്നുകളും അവിടുത്തെ റിവർ, അവിടുത്തെ കാസൽ, അവിടുത്തെ പള്ളി, അടിപൊളി വ്യൂ ആണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഒതുക്കുന്നില്ല. സോ ഇപ്പോൾ കാണുന്ന ഞാനാണ് നിങ്ങളോട് ചെറിയൊരു ഹായ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ എന്തായാലും ഹൈഡൽബർഗ് സിറ്റീനെ കുറിച്ച് ഞാൻ ചെയ്യുന്നതാണ്. അതൊരു മസ്റ്റാണല്ലോ എന്ത് വന്നാലും. ലോക്ക്ഡൗണൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ഈ ഭാഗത്തോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഇങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കുറേ ആൾക്കാരും പിന്നെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ നാഷണാലിറ്റി, കുറേ സ്റ്റുഡൻസും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം അതൊക്കെയാണ് ഇവിടെ. പക്ഷേ തീർച്ചയായിട്ടും ഇതല്ല ശരിക്കുള്ള ഹൈഡൽബർഗ്. അവിടുത്തെ ഒരു അനിമേഷൻ, അവിടുത്തെ ഒരു ആംബിയൻസ് ഇതല്ല. അതെന്തായാലും ഇൻഷാ അല്ലാ വേറൊരു വീഡിയോയിലേക്ക് ഞാൻ എന്തായാലും പകർത്തുന്നതാണ്. അപ്പോൾ ഒരു റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് വെറും ഡ്രൈവ് മാത്രം വേണ്ട, ഒരു റെസിപ്പിയും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു മീനിൻ്റെ പേര് റോയൽ ഡൊറാഡോ എന്നാണ്. ഇതിൻ്റെ മലയാളം എനിക്കറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. ഞാൻ തപ്പിയിട്ടോടെ ഞാൻ എവിടെയെങ്കിലും എഴുതുന്നതാണ്. അപ്പം ഈ റെസിപ്പി എൻ്റെതല്ല, ഇത് എൻ്റെ ഫ്രണ്ട് സിമിത്തയുടെയാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ എനിക്കിത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സിമിത്ത എൻ്റെ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു 1 ഡിഷ് പാർട്ടി ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിഷ് ഉണ്ടാക്കിയപ്പോൾ സിമിത്ത കൊണ്ടുവന്നത് ഇതായിരുന്നു. അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ സിമിത്താക്ക് ബിഗ് താങ്ക്സ്. അപ്പോൾ ഇതിലെന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഓഫ് നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ വരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ ഉള്ളും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കൈയളവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി കേട്ടോ. ഒരു കൃത്യമായ അളവുകളൊന്നുമില്ല. സോഫിയ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സോഫി ഇടയ്ക്ക് വന്ന് നോക്കണം. സോ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്താൽ ഞാൻ പറയാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അത്രയും തന്നെ വേണ്ട, അത് നിങ്ങൾ ഒരു കണക്ക് നിങ്ങൾ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഉപ്പ്, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് എല്ലായിടത്തും പരട്ടിയിട്ട് ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെക്കാൻ പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മീൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട, എന്നാലും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെയും ഇതുപോലെ ആവണ വരെയും 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. മാക്സിമം അത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഫ്ലേവർഫുൾ, ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അത് തന്നെയാണ്.
ആ സമയത്ത് നമ്മളൊരു മസാല ഉണ്ടാക്കിയിട്ട് മീനിൻ്റെ പുറത്തിങ്ങനെ ഇടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇതാണ്: ജിഞ്ചറും ഗാർലിക്കും. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നിങ്ങളിഷ്ടമുള്ളൊരു അളവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 1 ടീസ്പൂൺ ഗാർലിക്, 1 ടീസ്പൂൺ ജിഞ്ചർ സമാസമായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ മീൻ പൊരിച്ച ആ ഒരു അതേ ഓയിൽ തന്നെ ഇത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പാനൊന്നും വേറെ എടുക്കണ്ട, സെയിം പാനിൽ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്: 1 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ ഗാർലിക്. രണ്ടും അങ്ങനെ പൊടിയായിട്ടൊന്നും അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അത്യാവശ്യം നമുക്ക് കടിക്കാവുന്ന രൂപത്തിലൊക്കെ മതി. അതിൻ്റെ ഒരു റോ സ്മെല്ല് ഒന്ന് പോകുന്ന വരെയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കോക്കനട്ട് ഓയിൽ എന്താ പറ്റിയെന്ന് എനിക്കറിയുന്നില്ല, പക്ഷേ ഒരു പത പോലെ വരുന്നുണ്ട്. ആരും പേടിക്കേണ്ട, സോപ്പൊന്നുമല്ല, വെറും നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയാണത്. അപ്പോൾ നമ്മുടെ റോയൽ ഡൊറാഡോ ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മസാല വരാൻ വേണ്ടി കാത്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ മസാല ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ബേക്ക് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ സവാളയാണ്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു മീനിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 മീഡിയം സൈസ് ഓനിയനാണ് ഞാൻ ഉപയോഗിച്ചത്. ഇവിടെ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറയട്ടെ. അന്ന് സിമിത്ത ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സിമിത്ത അത് ഉണ്ടാക്കിയത് സവാള ഇങ്ങനെ നീളത്തിലല്ല അരിഞ്ഞത്, പകരം അത് ചെറിയ ക്യൂബായിട്ട് ആണ് അരിഞ്ഞത്. നമുക്കത് അടിക്കാൻ പറ്റുകയും ചെയ്യും. എന്നാൽ ഒരുപാട് വലുതുമല്ല, ഒരു നല്ലൊരു രീതിയിൽ. എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടമായത്. കാരണം ഇങ്ങനെ അരിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു പെട്ടെന്നൊന്ന് വാടിയിട്ടുണ്ട്. മറ്റേതാകുമ്പോൾ ഇത്തിരിയും കൂടി നമുക്കൊന്ന് ഇത്തിരി കൂടി അതിൻ്റെ ടെക്സ്ചറും ഇത്തിരി കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബിരിയാണിക്ക് വേണ്ടി അരിഞ്ഞ് വെച്ച സവാള ബാക്കിയുള്ളതാണ് ഞാൻ ഇട്ടത്. അപ്പോൾ വളരെ തിന്നായിരുന്നു. അപ്പോൾ ഈ ഒരു സവാളയിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഈ 2 സംഭവമാണ് നമ്മളിട്ടത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളകും ഇടാം. പക്ഷേ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ കുരുമുളക് ഇടാനായിട്ട്. അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഇവിടെ വേറൊരു സംഭവം നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും: വേപ്പിലയില്ല, മുളകുമില്ല. ഈ 2 സംഭവം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉണ്ടാകുന്നത്. പക്ഷേ അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നന്നായി വഴണ്ട് വരുന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒരു ടീസ്പൂൺ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഞാൻ കോക്കനട്ട് ഓയിൽ ഒന്ന് ഇട്ടിട്ടുണ്ട്, നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കാരണം ഇത്തിരി എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ആ നല്ലൊരു മൊരിഞ്ഞൊരു ഫീലും പിന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു നല്ല ഫ്ലേവറും നമുക്ക് മീനിന് കിട്ടാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ കുറവ് എണ്ണയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അങ്ങനെ നമ്മളുടെ മസാല ആക്ച്വലി റെഡിയായി. നമുക്കിനി നമ്മളുടെ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ ആദ്യം മീനിട്ടു. ആ മീനിൻ്റെ മേലെ നമ്മളുടെ സവാള ഇതുപോലെ അങ്ങോട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ സംഭവം റെഡിയാണ്. പക്ഷെ അതിന് മുന്നേ നിങ്ങളുടെ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒരു 210 ഡിഗ്രി സെൽഷ്യസിലാണ് അവൻ പ്രീഹീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് നമ്മൾ അവൻ പ്രീഹീറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവനിൽ വെക്കാം. ഐ തിങ്ക് ഒരു 15 to 20 മിനിറ്റ്സ്, 15 മുതൽ 20 മിനിറ്റ് മാക്സിമം ബേക്ക് ചെയ്താൽ മതി. ദെൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവ്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് പച്ചമുളകും വേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലുക്ക് തന്നെ വ്യത്യാസമായിരിക്കും. നല്ല ഭംഗിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് ദശക്കട്ടയുള്ള ഏത് മീനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു മീൻ തന്നെ വേണം എന്നില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ കണ്ടില്ല, ജസ്റ്റ് ഒന്ന് മുറിച്ചൊക്കെ കാണിച്ചു തരാണ് നിങ്ങൾക്ക്. നല്ല ടേസ്റ്റാണ്. ആൻഡ് എസ്പെഷ്യലി ആ മുരിഞ്ഞ സവാളയൊക്കെ എടുത്ത് ജസ്റ്റ് ചോറിലൊന്ന് കുഴച്ച് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. എന്നാൽ നമുക്കിത് സോഫിയൊക്കെ എൻ്റെ അടുത്ത് കൊടുക്കാം. അവളുടെ അഭിപ്രായം എന്നാണെന്ന് നമുക്ക് നോക്കാം. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ പറയണത്. അങ്ങനെ സോഫിയുടെ അപ്രൂവൽ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു റെസിപ്പിയുടെ ഇൻസ്പിറേഷനായ സിമിത്താനോട് വീണ്ടും ഒരു താങ്ക്സ് ഞാൻ പറയുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സീ യു സൂൺ. വേറെ പല വീഡിയോസും ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. സോ സ്റ്റേ അറൗണ്ട്. ബൈ.